വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ കൺവേർട്ടിങ് ഇൻ ടു ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ബൈ റെഡ്യൂസിങ് ടു ഫസ്റ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ ടൈപ്പ് 1 ആണ് ചെയ്തത്. ടൈപ്പ് 1 ചെയ്തത് ഇഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ y is absent if x y y dash equal to 0 ഫോമിൽ. ഈ ഫോമിൽ വരുന്ന പ്രോബ്ലം ചെയ്യാനാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. ഈ ടൈമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടാവാം, എക്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ വൈ ഒരിക്കലും ഇവിടെ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് വൈ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വൈ ടേം ഉണ്ടാവാൻ പാടില്ല. വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ കേസ് പറയുന്നത്, രണ്ടാമത്തെ ടൈപ്പ് 2 പറയുന്നത്, ടൈപ്പ് 2 ചെയ്യുന്നത് ഇവിടെ വൈ ഉണ്ടാവാം, എക്സ് ഉണ്ടാവരുത്. വൈ ടേം ഉണ്ടാവാം, എക്സ് ഉണ്ടാവരുത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആബ്സെൻ്റ് ആവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പുട്ട് z ഈക്വൽ ടു വൈ ഡാഷ്. അങ്ങനെയാണെങ്കിൽ ദെൻ ആൻഡ് z ഡാഷ് ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും. വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് z. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ z ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി വൈ ഓഫ് d by dy of z into dz by dx. dy by dx. dy by dx. dz by dy into dy by dx, which is equal to dz by dy into dy by dx എന്ന് പറഞ്ഞാൽ എന്താ? y dash എന്ന് പറഞ്ഞാൽ എന്താ? z. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ? y ഡബിൾ ഡാഷ്. വൈ ഡബിൾ ഡാഷിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് വൈ ഡബിൾ ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ് എന്ന് കൊടുക്കണം. ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ് എന്ന് കൊടുക്കണം. വൈ ഡാഷിനോ സെഡ് എന്നും കൊടുക്കുക. വൈ ഡാഷ് സെഡ് ആണ്, വൈ ഡബിൾ ഡാഷ് ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ്. അപ്പോൾ എപ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക? എക്സ് ടേം ആബ്സെൻ്റ് ആവുമ്പോൾ. വൈ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുക. വൈ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എക്സ് ഉണ്ടാവരുത്, എക്സ് തീരെ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇക്വേഷൻ എന്തായി മാറും? എഫ് ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ സെഡ്, വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെഡ് ഡാഷ് എന്ന് എഴുതാം. സെഡ് ഡാഷ് ആണ് ഈ സാധനം, അതാണ് സെഡ് ഡാഷ്. സെഡ് ഡാഷിന് ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതാം. ഈക്വൽ ടു 0 ഫോമിൽ വരും, വിച്ച് ഇസ് എ, അപ്പോൾ നോട്ടിൽ ഇത് ഇങ്ങനെ എഴുതണം, കഴിഞ്ഞത് എഴുതിയ പോലെ നിങ്ങൾ ഇങ്ങനെ എഴുതണം, വിച്ച് ഇസ് എ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ Z. First order differential equation in Z. Solve for Z, hence for Y. ഓക്കെ, സോൾവ് ഫോർ Z. ആദ്യം Z വേണ്ടി സോൾവ് ചെയ്യുക, എന്നിട്ട് കിട്ടിയ Z ന്ന് Y ഉണ്ടാക്കുക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക. എക്സാമ്പിൾ ഇവിടെ ചെയ്യുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. y double dash plus y dash whole square equal to 0. y double dash plus y dash whole square is equal to 0. ക്ലിയർലി ഇവിടെ എന്തില്ല? y ഇല്ല, എക്സും ഇല്ല. ഇത് രണ്ട് ടൈപ്പിലും ചെയ്യാം. ടൈപ്പ് 1ലും ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്, ടൈപ്പ് 2ലും ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്. എന്തേ കാരണം? ഇതിൽ എക്സ് ടേമും ഇല്ല, വൈ ടേമും ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ്, എക്സ് ടേം ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ടൈപ്പിലാണ് ചെയ്യുന്നത്. അതാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. എക്സിൽ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പുട്ട് z ഈക്വൽ ടു വൈ ഡാഷ്, പിന്നെ വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ്. ദെൻ വൈ ഡബിൾ ഡാഷിന് പകരം അത് കൊടുത്താൽ എന്താ വരിക? ഡി സെഡ് ബൈ ഡി വൈ ഇൻറ്റു സെഡ് പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഡി സെഡ് ബൈ ഡി വൈ ഈക്വൽ ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ സെഡ്. ഈ സെഡ് സ്ക്വയർ ഇങ്ങോട്ട് പോവും, സെഡിനെ താഴേക്കും വരും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സെഡ്, വിച്ച് ഇംപ്ലൈസ്
dz by minus z is equal to dy. dz by ഈ z അങ്ങോട്ട് കൊണ്ടുവരിക, dz by minus z equal to dy. Integrating both sides we get minus log mod z is equal to y plus c. So okay, minus log mod z, that is ഇവിടെ നെഗറ്റീവ് വന്നു അല്ലേ. ഓക്കെ ഓക്കെ മൈനസ് ലോഗ് സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് 1/z ആണ് ഇത് സാധനം, വിച്ച് ഇംപ്ലൈസ് ലോഗ് 1/mod z ഈസ് ഈക്വൽ ടു ഇതേ മൈനസ് ലോഗ് സെഡ് എന്തായി മാറും, ലോഗ് z റേസ് -1 ആവും, ദാറ്റ് ഈസ് 1/z ഈസ് ഈക്വൽ ടു y പ്ലസ് സി. സോ 1/z ഈക്വൽ ടു 1/mod z ഈസ് ഈക്വൽ ടു e റേസ് ടു y പ്ലസ് സി. ഈ രണ്ടു ഭാഗത്തും അപ്ലൈ ചെയ്യുക. സോ z ഈക്വൽ ടു റെസിപ്രോക്കൽ എടുത്താൽ ഈ 1/e റേസ് ടു y പ്ലസ് സി എന്ന് പറഞ്ഞാൽ e റേസ് ടു മൈനസ് y മൈനസ് സി എന്ന് വരും. e റേസ് ടു മൈനസ് y ഇൻറ്റു e റേസ് ടു മൈനസ് സി വിച്ച് ഈസ് ഈക്വൽ ടു c1 e റേസ് ടു മൈനസ് y എന്ന് എഴുതുക. z ഈക്വൽ ഈക്വൽ ടു c1, ഇതിന് e റേസ് ടു മൈനസ് സീനെ c1 എന്ന് വിളിക്കുക, c1 e റേസ് ടു മൈനസ് y, which implies now what is z? Z is dy by dx. dy by dx is equal to c1 e raised to minus y. സോ e raised to y നെ അങ്ങോട്ട് എടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക, y-നൊക്കെ ഒരു ഭാഗത്തേക്ക് എടുക്കുക, x-ന് അപ്പുറത്തേക്ക് കൊടുത്താൽ e raised to minus y ലെഫ്റ്റിലേക്ക് വന്നുമ്പോൾ e raised to plus y ആവും. e raised to y dy is equal to c1 dx. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to y is equal to e raised to y ൻ്റെ ഇൻ്റഗ്രൽ e raised to y തന്നെ, c1ൻ്റെ ഇൻ്റഗ്രൽ വരിക c1x പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് c2. സോ y രണ്ട് ഭാഗത്തും ലോഗരിതം അപ്ലൈ ചെയ്താൽ y is equal to ലോഗരിതം ഓഫ് c1x പ്ലസ് c2. ദിസ് ഈസ് ദ ആൻസർ. y equal to log c1 പ്ലസ് c2. y equal to log c1x പ്ലസ് c2. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബാക്കടിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ തന്നെ സ്പീഡ് മിനിമൈസ് ചെയ്യാനുള്ളതുണ്ട്. സ്പീഡ് 1 ഉള്ളത് 0.5 ആക്കി വെക്കുക, അല്ലെങ്കിൽ 0.75 അല്ലെങ്കിൽ അതിലെ സെറ്റിങ്സിൽ സ്പീഡ് 0.75 0.5 ആക്കി വെച്ചിട്ട് സ്ലോയിൽ കാണുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇതിൽ y ഉണ്ട്. y ഉണ്ടായാൽ ഒന്നാമത്തെ ടൈപ്പ് ചെയ്യാൻ പറ്റൂല. x ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് ടൈപ്പ് ചെയ്യാനും പറ്റും. ഇവിടെയും നമുക്ക് എന്ത് കൊടുക്കാം, പുട്ട് z ഈക്വൽ ടു y ഡാഷ്, put z equal to y dash, then y double dash എന്ത് വരും, then y double dash is equal to dz by dy into z. therefore ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫ്രം 1 എന്ത് കിട്ടും, y double dash y into y double dash dz by dy into z plus y dash square എന്ന് പറഞ്ഞാൽ z square is equal to 0, which implies y dz by dy into z is equal to minus z square. ഈ z-നെ ഞാൻ താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു by minus z. സോ y എന്ത് വന്നു, which implies y dz by dy is equal to minus z square by minus z എന്ന് പറഞ്ഞു, മൈനസ് z square by z അല്ലേ, പ്ലസ് z ഉണ്ടാവുള്ളൂ. മൈനസ് z square by z എന്ന് പറഞ്ഞാൽ മൈനസ് z, which implies dz by z is equal to dz by z is equal to dz by minus z is equal, മൈനസ് z-നെ അങ്ങോട്ട് കൊണ്ടുപോവുക, dy by y-നെ അങ്ങോട്ട് കൊണ്ടുപോവുക, dy by y, dy-നെ അങ്ങോട്ട് കൊണ്ടുപോവുക, മുകളിലെത്തും, y-നെ താഴെ എത്തും, dz by dy. Integrating both sides, integrating
both sides, we get minus log z is equal to log y plus c, which implies log y plus log c എന്ന് കൊടുക്കാം നമുക്ക്, log y plus log c. So log 1 by z is equal to log 1 by z is equal to log yc, which implies 1 by z equal to yc. Okay, 1 by z equal to yc. Okay, 1 by z equal to yc എന്ന് വേണം പറയാം. Okay, 1 by z is equal to yc, or z is equal to 1 by yc എന്നും പറയാം. z is equal to 1 by yc എന്നും പറയാം, which implies z എന്താ dy by dx is equal to 1 by yc, which implies dy into y dy is equal to 1 by c dx. Okay, വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ഇൻ്റഗ്രേറ്റിംഗ് both sides we get y square by 2 is equal to integral y dy എന്താ y square by 2 equal to 1 by cx plus c1. Okay, so y square is equal to 1 by c നെ എനിക്ക് 1 by c നെ c1 എന്ന് വിളിക്കുക, ഇതിനെ c2 എന്നും വിളിക്കുക, ഇത് c2 ആയിക്കോട്ടെ, c2. So y square by 2 is equal to 1 by c എന്ന് പറഞ്ഞാൽ c1x plus c2. y square by 2 equal to c1x plus c2. y square by 2 equal to c1x plus c2. This is the answer. Okay, അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സ് ടേം ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് എക്സസൈസിൽ